Hi friends, എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. നമ്മളെല്ലാവരും നമ്മളെ കേരളീയർ ആ പഴയ സന്തോഷത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം എത്രയും പെട്ടെന്ന് അതിലേക്ക് മടങ്ങിയെത്താനുള്ള ഭാഗ്യം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൈം ജ്യൂസുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ നമുക്ക് അടിക്കാമെന്ന് നോക്കാം. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ നല്ല പൊഴുത്തൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചെറിയ പീസുകളാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെറിയ പീസുകളാക്കിയിട്ട് എടുത്തിട്ടുള്ള ഈ പൈനാപ്പിൾ നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ പച്ചമുന്തിരിയാണ് നമ്മൾ എടുക്കുന്നത്. ആ പച്ചമുന്തിരി കുറച്ച് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ 2 ലൈം ജ്യൂസാണ് അടിക്കുന്നത്. അപ്പോൾ ആ 2 ലൈം ജ്യൂസിലേക്ക് ഈ കാണുന്ന സ്പൂണിന് 2 സ്പൂണ് ഷുഗർ പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 400 ml നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഐസിൻ്റെ ക്യൂബ് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ ഈ പൈനാപ്പിളും ഈ മുന്തിരിയും ഷുഗറൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു നാരങ്ങ, 2 ലൈമിലേക്ക് ഒരു നാരങ്ങ നമുക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ചെറുതായിട്ട് അടിച്ചെടുക്കുക. കൂടുതൽ നേരം അടിക്കരുത്. അപ്പോൾ നമ്മളെ ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ലൈം ജ്യൂസ്. കാരണം പൈനാപ്പിളിൻ്റെയും പച്ച മുന്തിരി നമ്മൾ ആരും ജ്യൂസ് അടിച്ച് കുടിക്കൽ കുറവാണ്. അപ്പോൾ അതിൻ്റെ ഒരു മിക്സ് കോംബോ ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റാണ് ഈ ലൈം ജ്യൂസിനുള്ളത്. നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ലൈമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.